നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണി വന്നിട്ട് പുരോഗമിക്കുമ്പോൾ ഒരു പോയിന്റിൽ വന്നിട്ട് ഫെമിനന് വന്നിട്ട് ഒരു ഗ്രേറ്റർ റിയലൈസേഷൻ കിട്ടും. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റണ്ണർ ഉണ്ടല്ലോ, മാസ്കുലിൻ എനർജി, ഇവരുടെ ഉള്ളിൽ വന്നിട്ട് അടക്കി വെച്ചിട്ടുള്ള ഒരു സ്ട്രോങ് ഫെമിനൻ എനർജി ഉണ്ട്. ആ ഫെമിനൻ എനർജീൻ്റെ ആൻഷ്യസ്നെസ്, ഫ്രസ്ട്രേഷൻ എല്ലാം വന്നിട്ട് നിങ്ങൾ വിറ്റ്നസ് ചെയ്യുന്ന ഒരു പോയിന്റ് വരും. ഫെമിനൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് സോഫ്റ്റ് ആയിരിക്കും, കാം ആയിരിക്കും, സെൻസിറ്റീവ് ആയിരിക്കും, അതേപോലെ തന്നെ നേർച്ചറിങ് ആയിരിക്കും. സോ ഈ ഒരു എനർജീനെ വന്നിട്ട് അവർ ഒരുപാട് കാലങ്ങളായിട്ട് വന്നിട്ട് സപ്രസ് ചെയ്ത് വെച്ചേക്കായിരിക്കും. സോ ഫെമിനൻ എനർജി എന്ന് പറയുന്നത് ഓപ്പൺ അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈ ഒരു എനർജീനെ എന്തുകൊണ്ടാണ് നമ്മുടെ മാസ്കുലിൻസ് വന്നിട്ട് സപ്രസ് ചെയ്ത് വെച്ചേക്കുന്നത്? കാരണം സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു ഏലിയൻ പോലെയാണ്. ബിക്കോസ് അവരും സ്നേഹിച്ചിട്ടുണ്ട്, അവരും മനസ്സറിഞ്ഞ് സ്നേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ റോങ് ആയിട്ടുള്ള പീപ്പിൾ, അവരുദ്ദേശിച്ച പോലെ അവർക്ക് സ്നേഹം തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, ഞാൻ ആകെ കൊടുത്ത സ്നേഹമല്ലേ, ഞാൻ സ്നേഹിക്കല്ലേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എന്താണ് എനിക്കത് തിരിച്ച് കിട്ടാത്തത് എന്നുള്ള ഫീലിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് ആരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ആൺകുട്ടിയായ ആറുകൊണ്ട് തന്നെ അവർ കരയാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ഫാമിലി പറയും, നീ സ്ട്രോങ് ആയിരിക്കണം, നീ ഒരിക്കലും കരയാൻ പാടില്ല, നീ പെൺകുട്ടികളെ പോലെ ആവാൻ പാടില്ല. സോ അവരുടെ ഇമോഷൻസിനെ വന്നിട്ട് അവർ ചെറുപ്പം തൊട്ടേ വന്നിട്ട് ആ ഒരു ഫെമിനൻ എനർജീനെ വന്നിട്ട് അവർ അടക്കി വെക്കാനാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ഡിവൈൻ ഫെമിനൻ്റെ എൻട്രി നടക്കുന്നത്. ലോഡഡ് വിത്ത് സോ മച്ച് ലവ് ഫോർ ദം ആൻഡ് ദേ കുഡന്റ് ടേക്ക് ഇറ്റ്. ഇവർക്കാണെങ്കിൽ ഇതൊരു പുതിയ കാര്യമാണ്. ഇവർക്ക് ഈ സ്നേഹം എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നറിയില്ല, അതേപോലെ തന്നെ എങ്ങനെ അത് തിരിച്ചു കൊടുക്കണമെന്നറിയില്ല, അത് വെച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര സ്കേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. കാരണം അവരായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിനെ അവർ കണ്ടുമുട്ടിയത് അപ്പോഴാണ്. ഒരുപാട് ജെന്യൂൻ ആയിട്ട് അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ടാണ് നമ്മുടെ ഫെമിനൻ വന്നിട്ട് മാസ്കുലിനെ സ്നേഹിക്കുന്നത്. അത് ഫെമിനന് മാത്രമേ പക്ഷെ അറിയുള്ളൂ, മാസ്കുലിൻ അതറിയില്ല. അവരുടെ സൈഡിൽ വന്നിട്ട് നിങ്ങൾ അവർക്ക് ഡേഞ്ചറസ് ആയിട്ടാണ് തോന്നുക. കാരണം നിങ്ങളുടെ സ്നേഹം അവരുടെ ഇൻസെക്യൂരിറ്റീനെ ട്രിഗർ ചെയ്തു വിട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്കുലിൻ എന്താണ് തിങ്ക് ചെയ്യുക, അവൾ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ എന്നിൽ നിന്ന് അവൾ എന്തൊക്കെയോ എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇൻസെക്യൂരിറ്റീൻ്റെ പാർട്ടാണ്. ഒരു വശത്ത് വന്നിട്ട് അവരുടെ മൈൻഡ് അവരെ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സോൾ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങളുടെ ലവ് ജെന്യൂൻ ആണ്, നിങ്ങളെപ്പോലെ ആർക്കും അവരെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. പക്ഷേ നിങ്ങളുടെ സ്നേഹം അതിൻ്റേതായിട്ടുള്ള ഡെപ്തിൽ ഉൾക്കൊള്ളാൻ വന്നിട്ട് അത്രമാത്രം അവർ അവേക്കൺ ആയിട്ടില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു പോയിന്റിൽ വന്നിട്ട് അവർക്ക് അറിയാൻ പാടില്ല എങ്ങനെ നിങ്ങളുടെ സ്നേഹത്തെ ഹോൾഡ് ചെയ്യണമെന്ന്. കാരണം ഈ റണ്ണേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിനെ, ആളുകളെ, ജീവിതത്തെ, അതേപോലെ ഇമോഷൻസിനൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നവരാണ്. അവർ സ്പിരിച്വൽ ആയിരിക്കില്ല, അവർക്ക് ദൈവവിശ്വാസം ഉണ്ടാവും, എന്നാലും അവർ ആ ഒരു ഡീപ്പറായിട്ട് അതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യാത്തവരാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇതിനെ പറ്റിയിട്ടൊന്നും തിങ്ക് ചെയ്യാൻ അവർക്ക് സമയമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് അവർ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ വർക്കിലൂടെയും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഡിക്ഷൻസിലൂടെയൊക്കെ തന്നെയാണ്. സോ ഇതിൽ നിന്നൊക്കെ കരകയറണമെങ്കിൽ അവർ വന്നിട്ട് അവരുടെ ഷാഡോനെ ഫേസ് ചെയ്യണം. ആൻഡ് ഷാഡോനെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഡെത്തിന് സമമാണ്. ആൻഡ് അവർക്കറിയാം ഇതെല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രിഗർ ചെയ്യുന്ന ഒരാളാണ് ഡിവൈൻ ഫെമിനൻ എന്ന് അവർക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള ട്രോമാസ്, വൂൺസ്, ഫോൾസ് ഒക്കെ വന്നിട്ട് ഡിവൈൻ ഫെമിനനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മാസ്കുലിൻ നല്ലപോലെ അറിയാം. ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ വന്നിട്ട് ഫെമിനൻ വിചാരിക്കുന്നത് ഇയാൾക്ക് ഒരു കല്ല് മനസ്സാണ്, ഇയാൾ ഭയങ്കര സ്റ്റബോൺ ആണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ ഡിവൈൻ മാസ്കുലിൻസ് ഭയങ്കര ഫ്രജൈലാണ്, സോഫ്റ്റ് ആണ്. അവർ എക്സ്പ്രസ് ചെയ്യില്ല, ആരിൽ നിന്നും ഒരു അഡ്വൈസ് എടുക്കില്ല, സ്വയം എല്ലാം ഫിഗർ ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഒരു ചെറിയ ട്രിഗർ കിട്ടിയാൽ മതി. ഇന്ന് കേരളത്തിൽ കണ്ട ആളിനെ പിന്നെ അമേരിക്കയിൽ പോലും കാണാൻ കിട്ടില്ല. ഇത്ര വേഗത്തിൽ വന്നിട്ട് ഡിസപ്പിയർ ആവും, ഓടിക്കളയും. ആൻഡ് ഇവർ വന്നിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഹീൽ ആവുക. കാരണം അവർക്ക് ഭയങ്കര സ്റ്റബോൺനെസ് ആണ്. അവരുടെ ഫെമിനൻ എനർജിയൊക്കെ അവർ ഒരുപാട് പാമ്പർ ചെയ്യണം, എന്നാൽ മാത്രമേ അവരെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ യൂണിവേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്നിട്ട് അവർക്ക് ഓരോരോ ട്രിഗേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും. സോ നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി പുൾ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ പോലും ഇവരുടെ സൈഡിൽ എന്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ട്രിഗേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇവരും ആലോചിക്കാൻ തുടങ്ങും, ഇവർക്കും പറ്റുന്നില്ല എൻ്റെ ദൈവമേ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥകൾ ഉണ്ടാവും. ഈ ജേണി മുന്നേറും തോറും ഈ പ്രാക്ടിക്കൽ വേൾഡിൻ്റെ അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെയാണ് നമ്മുടെ മാസ്കുലിൻ അവേക്കൺ ആവുന്നത്. അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് അവരുടെ സേഫ് സ്പേസ് അല്ലെങ്കിൽ സേഫ് സോൺ, അവരുടെ
പീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇൻറ്റിമസി വന്നിട്ട് അവരുടെ ഫെമിനൻ്റെ കൂടെ ആയിരുന്നു എന്ന് അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുക. അപ്പോൾ ഒരു നീണ്ട സെപ്പറേഷന് ശേഷം വന്നിട്ട് നിങ്ങൾ കണ്ടുമുട്ടുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ടൈമിൽ അവർ അൺലീഷ് ചെയ്യുന്നത് അവരുടെ ഫെമിനൻ എനർജി ആയിരിക്കും. അതായത് അവർ നിങ്ങളോട് ദേഷ്യപ്പെടുകയാണെങ്കിലും അതൊരു ഫെമിനൻ എനർജി നിങ്ങളോട് ദേഷ്യപ്പെടുന്ന പോലെ ഉണ്ടാവും. സോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ അവരുടെ ഫെമിനൻ എനർജീനെ പാമ്പർ ചെയ്യാൻ തുടങ്ങി, അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ ഒരു സമയത്തും വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കുക. മൗനം പാലിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷട്ട് ഡൗൺ ആകുക എന്നല്ല. അവരുടെ ദേഷ്യത്തിന് അല്ലെങ്കിൽ അവരുടെ സങ്കടത്തൊക്കെ വന്നിട്ട് ഹോൾഡ് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഉള്ളവരായി മാറുക നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടും അവരെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സമയത്ത്. സോ സെപ്പറേഷനിൽ വന്നിട്ട് ഫെമിനൻ എനർജി ഇതിലൊക്കെ വർക്ക് ചെയ്താൽ മാത്രമേ മാസ്കുലിൻ എനർജി റീ എൻട്രി നടത്തുമ്പോൾ അവരെ കൊണ്ട് ബെറ്റർ ആയിട്ട് മാസ്കുലിൻ എനർജീനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൂടെ ഓർമ്മിക്കുക, മാസ്കുലിൻ എനർജീൻ്റെ അവേക്കണിങ് എന്ന് പറയുന്നത് ഭയങ്കര മെസ്സി ആയിട്ടുള്ള അവേക്കണിങ് ആണ്. കാരണം അത് ഒരുപാട് സമയം എടുത്തിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഫെമിനൻ എനർജി പോലെ പെട്ടെന്ന് ഒരു അവേക്കണിങ് ഒന്നും നടക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് ഫെമിനൻ എനർജി വന്നിട്ട് അവരെ ചേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടോ ഇരിക്കരുത്. കാരണം സെപ്പറേഷൻ സമയം എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ല സമയമാണ് ഫെമിനൻ എനർജിക്ക്. കാരണം അവരിലേക്ക് തിരിഞ്ഞിട്ട് അവരവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് വരുന്ന ഒരു സമയമാണ്. വൺസ് നിങ്ങൾ ആ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൻ എനർജീനെ അൺലീഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പീസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സമാധാനം എന്ന് പറയുന്നത്, പിന്നെ ഡിവൈൻ മാസ്കുലിൻ ഉണ്ടെങ്കിലും പ്രശ്നമില്ല ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കായിരിക്കും നമ്മുടെ ഫെമിനൻ പോവുക. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയ ഫെമിനൻ എനർജീനെ കൊണ്ട് മാത്രമേ റീ എൻട്രി നടത്തുന്ന ഒരു മാസ്കുലിനെ ബെറ്ററായിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ അതോടെ ഈ ഒരു ജേർണി അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മാസ്കുലിൻ്റെ അവേക്കണിങ് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. ഇവർ വരും, നമ്മുടെ ഫെമിനൻ വന്നിട്ട് അവരുടേതായിട്ടുള്ള പീസ് കണ്ടെത്തും. ആ ഒരു ടൈമിൽ മാസ്കുലിൻ വരും, ട്രിഗർ മേടിക്കും പോവും, മാസ്കുലിൻ വരും, ട്രിഗർ മേടിക്കും പോവും. പക്ഷേ ഈ ഒരു ടൈമിൽ വന്നിട്ട് നമ്മുടെ ഫെമിനൻ ഭയങ്കര കാം ആയിരിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഓരോരുത്തരും ഓരോ സ്റ്റേജിലാണ്. അവരിൽ വർക്കൗട്ട് ചെയ്യുക, അവരുടെ ബെസ്റ്റ് വേർഷനിലേക്ക് മാറാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.